മുന്തിയനം കാട്ടുകോഴിയാണ് സാബു. എന്തായാലും വീഡിയോ കോൾ ചെയ്യണം കേട്ടോ. ഇവിടെ കറി വെക്കാനേ ഉള്ളിയില്ല. അവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്തിരി തരുമോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താ പതിവില്ലാതെ അടുക്കളയിൽ കൊച്ചുപൊടി? ചുമ്മാ ഇതിലങ്ങനെ വന്നപ്പോ നിന്നൊന്ന് സഹായിക്കാന്ന് കരുതി. എങ്ങനെ വന്നപ്പോ? ഇങ്ങനെ വന്നപ്പോ. എന്താ ബാക്കിൽ മറച്ചു പിടിച്ചിക്കണത്? നീ എനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റാ? അത് അന്ന് നമ്മള് ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കണ്ട. അപ്പൊ നിനക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞു തരാന്ന് കരുതി. എങ്ങടാ ഈ ഉള്ളിയും കൊണ്ട് പോണുങ്ങള്? മരവില്ലിക്കോ അരിയാന്? എന്റെ പൊന്ന സമയം, നിന്റെ ഒടുക്കത്തൊരു കോമഡി. നിനക്ക് വല്ല കോമഡി ഷോയിലും പങ്കെടുത്തൂടെ? എനിക്കൊന്നും ചെറിയ തന്നെയല്ല. ഞാൻ ഏതെങ്കിലും ഷോയിൽ പങ്കെടുത്തോളാം. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഈ പട്ടി ഷോ? എന്റെ പൊന്നു മാണിക്കല്ലേ, ചുമ്മാ ഇരുന്നപ്പോ നിന്നൊന്ന് സഹായിക്കാന്ന് കരുതി കുറച്ച് ഉള്ളി എടുത്തിട്ട് നിങ്ങൾ പോയി അറിയാന്ന് വിചാരിച്ച് പോയിരുന്നു. അപ്പൊ വിശ്വാസമായോ? അല്ല മനുഷ്യ, നിങ്ങൾ ഈ ഉള്ളി വരലോട് അരിയാൻ പോവാ? അതിന് കത്തിയും കട്ടിയുമ്പോടൊന്നും വേണ്ടേ? അതോ ഇനി ഉള്ളി തനിയെ അരിഞ്ഞ് പാത്രത്തിൽ വന്നിരിക്കുവോ? നീ ഒന്ന് അടങ്ങിയ സിമി. ഈ ഉള്ളി അവിടെ കൊണ്ടുവച്ചിട്ട് കത്തി മറ്റേ കുന്ത്രാണ്ടോ എടുക്കാന്ന് കരുതി. എന്തൊരു സ്നേഹാണ് എന്റെ ഭർത്താവിന്. ദേ മനുഷ്യ, എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് ഇരട്ടപ്പണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അതെനിക്ക് അറിയാത്ത പോലെ പോ അവിടുന്ന്. ദേ മനുഷ്യ, നിങ്ങൾ ഈ അടുക്കളയിൽ നിന്ന് ഉള്ളി കെട്ടിയാൽ മതിട്ടോ. നിങ്ങൾ ആ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ? നിങ്ങൾ മോന്ത പോലെ അവിടെ വൃത്തിയിടാക്കണ്ട. ഒന്ന് പോ സിമി. നിന്റെ കൊടുക്കത്തെ സ്ട്രിക്റ്റ്. അവിടെ നിന്ന് വെട്ടുമ്പോഴേ ഒരു വൈബുള്ളൂ. അതൊക്കെ ഞാൻ ക്ലീൻ ആയിക്കോളാം. ഒന്ന് മാറിന്നങ്ങട്ടെ. ഒന്ന് സഖി, എന്തിനാ പിണക്കം എന്നോട്? മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്, ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം അങ്ങോട്ട്. ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാക്കാൻ മോഹിച്ച്, കാലത്തെ കണ്ണ് ചിമ്മിയപ്പോ ചെന്ന ഓഫീസ് കണ്ടനിട്ടുണർന്ന് കമ്പ്യൂട്ടറും തുറന്ന് അനന്തമായ പണിയുമെടുത്ത് മനുഷ്യ ഇത് കോപ്പറേറ്റ്. തിടുക്കത്തിൽ വന്ന മെയിലുകളോ കണ്ടമാനം, മാനേജറോ കലിപ്പ്, ഭാരം കൂടി കഷ്ടപ്പാടും, പ്രമോഷൻ സ്വപ്നം കണ്ട് ഓടി ഞങ്ങൾ മുന്നിലോട്ട്. ലക്ഷത്തേടി കൊണ്ടി കൂട്ടം എന്ന് വീണ്ടും സ്കൂട്ട്. ഞാൻ അതെന്റെ അറിയുന്നു. ഉള്ളി കണ്ടെടുത്താ കണ്ടുകൂടാത്ത നിങ്ങൾക്ക് ഉള്ളി പ്രേമം. ഒരു പാവം പച്ചക്കറി, ഇതിനോട് നമ്മളെന്തായാലും ഉദ്ദേശം വെച്ച് കൊടുക്കുന്നത്. ഉള്ളിയുടെ ഉള്ളറിഞ്ഞാൽ നമ്മളെല്ലാം കരഞ്ഞു പോകും. അച്ചു കിച്ചു, മകനകത്തേക്ക് മതി കളിച്ചത്. എന്താ അമ്മ ഇന്ന് സ്കൂളിലല്ലോ, കുറച്ച് സമയം കൂടി കളിക്കട്ടെ. അത് അച്ഛന് പണ്ടേ ഉള്ളതല്ലേ. അതല്ല, അച്ഛൻ എന്തെങ്കിലും കണ്ണത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വിശേഷം എത്തുന്നു പോയി. അമ്മ പറഞ്ഞ ശരിയാ, അച്ഛൻ എന്തോ ഉടായ്പുണ്ട്. അമ്മ ധൈര്യമായിട്ട് പോയിക്കോളാം, ഞങ്ങൾ നോക്കിക്കോളാം. എന്താണ് നിങ്ങളെന്താ രണ്ടാം ഉള്ളി അറിയണ്ടല്ലേ? ഇവിടെ നിന്ന് കണ്ണു വെറുതെ നേരുന്നുണ്ട. രണ്ടാൾ പോയി കളിച്ചോളി. എന്നൊക്കെ ഇവിടെ ഒഴിവാക്കാം. വിജയണ്ണേ, நான் உன்னிக்கண்ண மங்கண்டாம ദൈവമേ, ഇതെവിടെ എത്തിയ? സൽമാനിന്റെ മംഗല്യത്തിൻ ആഘോഷ
ആവേശമായി മുഞ്ചിൽ തിരിത്തുകും അസ്നപെണ്ണ് അരികെ ചേർന്ന് നാട്ടിലെ പ്രധാനിയാം പൂവങ്കോയി ഇവനാണ്. അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. കോമഡി ചിരിച്ച് മണ്ണ് കപ്പു. ഒരു പോയോ സമാധാനം. നിങ്ങളിവിടെ ഉണ്ടാച്ചാ നനച്ച വണ്ടി ഉസ്പേത്തനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തനവർക്കിട്ട് കമ്മണിരുന്ന വാഴക്ക ജമ്മെന്ന് പോവാ. നിങ്ങളോട് കണ്ടോടോ അമ്മ ഫോൺ കാണരുത് പറഞ്ഞിട്ടില്ലേ? കണ്ണ് കംപ്ലൈന്റ് ആവില്ലേ? അയ്യോ അമ്മയോട് പറയില്ലേ, കുറച്ച് സമയം കാണട്ടെ. നിങ്ങൾക്ക് റീൽസ് ചെയ്യുന്ന ഫോൺ വേണോ? അതെ. എന്നാലും അവിടെ പോയി കണ്ടോ? കാരണം അമ്മ കണ്ടു കഴിഞ്ഞാലേ എനിക്ക് പറയാം. ഫോൺ പോയി കണ്ടോ? എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അല്ല ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. സാബുചായനോ? ഞങ്ങൾ സാബുചായനെ കാത്തിരിക്കുന്നു. സാബുചേട്ടൻ വരാന്ന് പറഞ്ഞാ വന്നിരിക്കും. പിന്നല്ല, സാബുചായൻ ആരാ മോൻ? അല്ല, ആരായിരുന്നു ഫോണില്? കാമുകനാണോ? ഏയ്, അത് വീട്ടിൽ നിന്ന് അമ്മച്ചിയായിരുന്നു. നമ്മളെയൊക്കെ ആര് പ്രേമിക്കാനാ സാബുചായ? അത് ശരി, അത് നോണാ. സാബുചേട്ടാ വീട്ടിയോ? സാബുചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആ, അത് അറിഞ്ഞിട്ടുണ്ടല്ല. ലേറ്റായി വന്നാലും ലേസ്റ്റായി വരുവേ. എനിക്കൊരു അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. നിങ്ങൾ കറി ഉണ്ടാക്കി. ഓക്കെ? കണ്ടാ നീ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ സാബുചായം കൊണ്ടെത്തന്നെ. അതാടി റിമി, നീ സൂപ്പറാടാ. ജോളിയ പക്ഷി കള്ളെന്നു കേ